അപ്പോൾ ഇന്ന് നമ്മുടെ പൂരത്തിൻ്റെ സെക്കൻഡ് ഡേ ആണ് കേട്ടോ. ഇന്ന് ആനപ്പൂരാണ്. ആക്ച്വലി ഇന്നത്തെ പൂരാണ് നമ്മുടെ വീട്ടിൽ കൂടുതൽ ആഘോഷിക്കുക. എന്ന് വെച്ചാൽ ഇവിടുന്നാണ് നമ്മുടെ ആനേനെ കുളിപ്പിക്കുക. പിന്നെ അഗീര കമ്മിറ്റി ആനപ്പൂരാണ് കൊണ്ടുപോകുക. അപ്പോൾ എല്ലാവരും ഇവിടുന്ന് ആനപ്പൂരാണ് ആഘോഷിക്കുക. പക്ഷേ വീഡിയോയിലേക്ക് കിടക്കണേക്കാളും മുന്നേ ഒരു കാര്യം പറയാം, എല്ലാവരും വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്തിട്ട് വീഡിയോ കാണുക. കാരണം വീഡിയോയിൽ വ്യൂസ് കയറുമ്പോൾ ലൈക്ക് കൂടുമ്പോഴാണ് കൂടുതൽ ആളുകളിലേക്ക് ഒന്ന് ലൈക്ക് ചെയ്തിട്ട് വീഡിയോ കാണാം കേട്ടോ. അപ്പോഴാണ് നമുക്ക് ഒരു മോട്ടിവേഷൻ, വീഡിയോ ആളുകൾ കൂടുതലേക്ക് എത്തുമ്പോൾ അപ്പം നമുക്ക് ബാക്ക് ടു അവർ പൂരം വീഡിയോ. അങ്ങനെ നമ്മൾ അമ്പലത്തിലേക്ക് എത്തുമ്പോൾ അമ്പലത്തിൻ്റെ അവിടെ നിന്ന് അങ്ങനെ ഓരോരുത്തരുടെ ആന വരുന്നുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഈ വരുന്നത് നമ്മുടെ ചിറക്കൽ കാളിദാസനാണെന്നാണ് എന്നോട് അഗ്ഗി പറഞ്ഞത്. ആയിരിക്കണം സംഭവം. എനിക്ക് ആനയെ കണ്ടാലൊന്നും അത് ഏതാനയൊന്നും അറിയില്ല. അപ്പോൾ അവർ പറഞ്ഞു, ഞാൻ വിശ്വസിച്ചു. അങ്ങനെയുള്ളൂ കേട്ടോ. അങ്ങനെ ഞങ്ങൾ അമ്പലത്തിലെത്തി, പറയൊക്കെ നിറച്ചു. പിന്നെ അവിടെ ഇങ്ങനെ എല്ലാവരും കുറേ അറിയണ ആൾക്കാരെ കണ്ടു. ഞങ്ങൾ കുറേ ആൾക്കാർ ട്രഡീഷണൽ ഡ്രസ്സിൽ നല്ല രസമാണല്ലോ. പിന്നെ നേരെ പുറത്തിറങ്ങിയപ്പോൾ പിള്ളേർ അഗ്ഗിയുടെ കൂടെ വന്നിട്ട് ഈ സാധനങ്ങളൊക്കെ വേണമെന്ന് പറഞ്ഞു. ഒരു സെറ്റ് കളിപ്പാട്ടം നമ്മൾ വാങ്ങിയതാണ്. എന്നാലും പൂരപ്പറമ്പിൽ പോയി കഴിഞ്ഞാൽ പിള്ളേർക്ക് ഇതൊരു ഹരമാണല്ലോ. അപ്പോൾ ഒരുവിധം കളിപ്പാട്ടങ്ങളൊക്കെ ഒരു സെറ്റ് അവിടെ നിന്ന് വാങ്ങി, കുറേ ഐസ്ക്രീമും വാങ്ങി ഞങ്ങൾ വീട്ടിലെത്തിയപ്പോൾ അച്ഛനും അമ്മയും ഒക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അവരെല്ലാവരും കൂടി വട്ടം വളഞ്ഞിരുന്ന് വർത്താനം പറയുകയാണ്. നേരെ ഇന്നിപ്പോൾ വീട്ടിൽ കുക്കിങ്ങും കാര്യങ്ങളൊന്നുമില്ല. നമ്മൾ പുറത്ത് ഫുഡ് ഏൽപ്പിച്ചേക്കാണ്. സദ്യയാണ്, തറവാട്ടിലാണുള്ളത് കേട്ടോ. അങ്ങനെ റെഡിയായി. നമ്മുടെ സെറ്റ് മുണ്ടൊക്കെ മാറ്റി നമ്മൾ പൂരത്തിൻ്റെ യൂണിഫോം ഇട്ടു. എല്ലാവരും ഒരേപോലെ ഒന്നല്ല. എല്ലാവരും വെച്ചാൽ ഒരുവിധം ആൾക്കാർ, നമ്മുടെ ആ കമ്മിറ്റിയിലെ ആൾക്കാർ, അവരുടെ വൈഫ്, അവരൊക്കെ ബ്ലാക്ക് ആയിരുന്നു. അങ്ങനെ കേട്ടോ. പിന്നെ ഇതാണ് തറവാട്ടിലാണ് ഫുഡ് കൊടുക്കുന്നത്. അപ്പോൾ അഗ്ഗിയുടെ കുറേ ഫ്രണ്ട്സ് ഉണ്ടായിരുന്നു. അവരെല്ലാവരും ഭയങ്കര ഓണാണ്, വൈബാണ്. അങ്ങനെ എല്ലാവരും ഓരോ ബിസിയാണ്. കാരണം ഇന്നിപ്പോൾ അവർ ഫുൾ ബിസി ആയിരിക്കും. അങ്ങനെ ഇതൊക്കെ കഴിഞ്ഞ് നേരെ വീട്ടിലെത്തിയപ്പോൾ അവിടെ ആനേനെ കുളിപ്പിക്കുന്നുണ്ടായിരുന്നു. ആന കുളിപ്പിക്കുക, പിന്നെ വിസ്തരിച്ചുള്ള കുളിയല്ല കേട്ടോ. ഇങ്ങനെ ഒന്ന് ഭംഗിയാക്കുക, ശുദ്ധിയാക്കുക. അങ്ങനെ അങ്ങ് പരിപാടികളായിരുന്നു. അപ്പോൾ എനിക്ക് അടുത്ത് പോയിട്ട് എടുക്കാനൊക്കെ ഭയങ്കര പേടിയാണ്. എനിക്ക് കുറച്ച് മണിയാണ് എടുത്ത് തന്നത്. പക്ഷേ ഈ സംഭവം കണ്ടുകൊണ്ട് നിൽക്കാൻ ഭയങ്കര രസമാണ്. ഡേഞ്ചറാണ്, പേടിയാണ്. എന്നാലും ഇത് കാണാൻ ഒരു രസമാണ്. നമുക്ക് ഈ ലോകത്ത് ഒരിക്കലും മടുക്കാത്തത് ആനയും കടലുമാണ്. കണ്ടു കഴിഞ്ഞാൽ മടുക്കാത്തത് ആനയും കടലുമാണെന്നാണ് കേട്ടിട്ടുള്ളത്. അങ്ങനെ ആനേനെ കുളിപ്പിക്കലൊക്കെ കഴിഞ്ഞ് നേരെ ആനയ്ക്ക് നമ്മൾ ഫുഡ് കൊടുക്കും. വീട്ടിൽ നിന്ന് വിബേട്ടനാണ് ഫുഡ് കൊടുത്തത്. അപ്പോൾ ആനേനെ പെട്ടെന്ന് ആനപ്പാപ്പൻ കൊണ്ടുപോയി. അപ്പോൾ അതുകൊണ്ട് എല്ലാവർക്കും ഫുഡ് കൊടുക്കാനൊന്നും പറ്റില്ല. അതിൻ്റെ ഒരു ദേഷ്യം അഗിയുടെ മുഖത്തുണ്ട്. ഞാൻ്റെ അടുത്തേക്ക് പോവില്ല എന്നൊക്കെ പറഞ്ഞിട്ടാണ് അഗി ഇരിക്കുന്നത്. അങ്ങനെ അഗി ഫുഡ് കഴിച്ചു. അങ്ങനെ അത് കഴിഞ്ഞിട്ട് നേരെ ആനേനെ എഴുന്നള്ളിക്കാൻ കൊണ്ടുപോയി കേട്ടോ. വീടിൻ്റെ അടുത്ത് തന്നെ ഒരു അമ്പലമുണ്ട്, ഒരു ശിവൻ്റെ അമ്പലം. അവിടെ നിന്ന് എഴുന്നള്ളിച്ചിട്ടാണ് ആനേനെ കൊണ്ടുവരിക. അപ്പോൾ അത് കഴിഞ്ഞ് ആനേനെ കൊണ്ടുപോയപ്പോൾ ഞങ്ങളൊക്കെ ഒന്നും കൂടി ടച്ചപ്പ് ചെയ്യാൻ പോയി. നമ്മൾ പൂരപ്പറമ്പിലേക്ക് പോകുമ്പോൾ ഒന്ന് ടച്ചപ്പ് ചെയ്യണം, അതാണ് എപ്പോഴും എല്ലാവർക്കും നല്ലത്. അങ്ങനെ ഒന്ന് ടച്ചപ്പ് ചെയ്യാൻ പോയി. ഞങ്ങൾ വീട്ടിൽ നിന്ന് ഇറങ്ങി നേരെ കണ്ട എല്ലാവരും ഒരു ബ്ലാക്ക് ഫാമിലി. അങ്ങനെ പൂരപ്പറമ്പിലെത്തി, അതായത് ആന എഴുന്നള്ളിക്കണ അമ്പലത്തിലെത്തി കേട്ടോ. അവിടെ പഞ്ചവാദ്യമായിരുന്നു. സംഭവം അടിപൊളിയായിരുന്നു. ആ ബാക്ക്ഗ്രൗണ്ടിൽ അതിങ്ങനെ കേൾക്കാൻ.
അങ്ങനെ എഴുന്നള്ളിച്ച് നേരെ പൂരപ്പറമ്പിലേക്ക് പോവാണ്. അപ്പോൾ നമ്മൾ അതിൻ്റെ പുറകെ നമ്മൾ പോണില്ല, നമ്മൾ നേരെ പൂരപ്പറമ്പിലേക്ക് പോവാണ്. അപ്പോൾ അകിയുടെ തറവാടിൻ്റെ അടുത്ത് ഇതുപോലെ കരിങ്കാളി ഒരു വീട്ടിൽ നിന്ന് ഉണ്ടായിരുന്നുണ്ട്. അപ്പം നമ്മൾ കുറച്ച് നേരം അവിടെ പോയിരുന്നു. പക്ഷെ കുറച്ച് കഴിഞ്ഞപ്പോൾ ഞങ്ങൾ പോന്നു. പിള്ളേർക്കൊക്കെ ഒരു പേടിയായിരുന്നു അത് കാണാനായിട്ട്. കാരണം ഇവരുടെ സ്റ്റെപ്സും പിന്നെ അവരുടെ ആ ഒരു പ്രൊസീജിയറും ഒക്കെ കുറച്ച് പേടിപ്പിക്കും പിള്ളേരെന്നെ. അങ്ങനെ അത് കഴിഞ്ഞപ്പോൾ ഞാൻ കുറച്ച് നേരം കണ്ടിട്ട് അങ്ങനെ അങ്ങോട്ട് പോന്നു. അപ്പോഴേക്കും കറങ്ങി തിരിഞ്ഞ് പൂരം ബാക്കിൽ കൂടി എത്തി. അപ്പോൾ അവിടെ നിന്ന് കുറച്ച് നേരം റോട്ടിൽ നിന്ന് പൂരം കണ്ടു കേട്ടോ. സംഭവം രസമായിരുന്നു. ഈ പഞ്ചവാദ്യം കേൾക്കാൻ അങ്ങനെ രസമാണ്, പക്ഷെ അതിനൊരു വൈബ് ഇങ്ങനെ ഒരു അങ്ങനെ അത് കിട്ടാറില്ല. ആനപ്പൂരത്തിന് പഞ്ചവാദ്യം ആണ് അതിൻ്റെ ഒരു ഭംഗി, എന്നാലും കൂടിയും ആ ഒരു വൈബ് കുറച്ച് കുറവല്ലേ എന്നൊരു അഭിപ്രായമാണ് എനിക്ക്. ഒരു 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 ഓളമില്ലാത്ത പോലെ തോന്നി. അപ്പോൾ കുഴപ്പമില്ല, സംഭവം അതിൻ്റെ ചടങ്ങ് അതുപോലെ തന്നെ നടക്കണമല്ലോ. അങ്ങനെ നമ്മൾ നേരെ പൂരപ്പറമ്പിലെത്തി. ഓരോരുത്തരുടെ ആനകളായിട്ട് വന്നു തുടങ്ങണുള്ളൂ കേട്ടോ. നമ്മുടെ അവിടുത്തെ ആന വന്നിട്ടില്ല. അപ്പം അതിന് മുന്നേ ആന വരണതും അതിൻ്റെയൊക്കെ എൻട്രി എടുക്കാമെന്ന് വിചാരിച്ച് പൂരപ്പറമ്പിലെത്തി. അത്യാവശ്യം നല്ല തിരക്കുണ്ടായിരുന്നു. കുറേ നല്ല ആനകളുണ്ടായിരുന്നു. നമ്മുടെ തൃക്കടവൂർ ശിവരാജും ഉണ്ടായിരുന്നു, പിന്നെ പുതുപ്പള്ളി കേശവൻ, അതുപോലെ പിന്നെ ചിറക്കൽ കാളിദാസൻ, എല്ലാവരും കുറേ നല്ല നല്ല ആനകളുണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ ഞങ്ങൾ വന്ന് കുറച്ചു നേരം കഴിഞ്ഞപ്പോഴേക്കും നമ്മുടെ പൂരം അമ്പലത്തിലെത്തി നടക്കല് എന്താ പറയുക പഞ്ചവാദ്യമൊക്കെ ആയിട്ട് കുറച്ച് നേരം നടക്കലുണ്ടായിരുന്നു കേട്ടോ. അടിപൊളിയായിരുന്നു. അവിടെ ഞാൻ കാണാത്ത വൈബൊക്കെ എനിക്ക് ഇവിടെ കിട്ടി. ഇവിടെ നല്ല സൂപ്പറായിരുന്നു. ഇതിങ്ങനെ കേട്ട് നിൽക്കാൻ അടിപൊളിയായിരുന്നു കേട്ടോ. അപ്പൊ ഇനി കുറച്ചു നേരം നിങ്ങളൊന്ന് കേട്ടോക്ക്. എങ്ങനെ ഉണ്ടായിരുന്നു? അടിപൊളിയായിരുന്നില്ലേ? അങ്ങനെ അത് കഴിഞ്ഞ് നേരെ നമ്മുടെ ആനയും നമ്മുടെ ടീമും ഒക്കെ കൂടി ഇങ്ങനെ ചേർന്ന് നിന്നു. ഈ വരിവരിയിൽ നിൽക്കില്ലേ, അങ്ങനെ വരിവരിയിൽ നിന്നു. പിന്നെ വേറൊരു രണ്ട് ടീമായിട്ട് ഉണ്ടായിരുന്നുള്ളൂ. അതോടുകൂടി എല്ലാവരും വന്നു കേട്ടോ. അങ്ങനെ പിന്നെ ഇങ്ങനെ എല്ലാവരും കൂടി ഒരുമിച്ച് നിന്നിട്ട് ആ ഒരു പഞ്ചവാദ്യം അത് കേൾക്കാൻ നല്ല രസമാണ്. എല്ലാവരും നല്ല ആനകളൊക്കെ എന്തായാലും വേറെ പ്രശ്നങ്ങളൊന്നും ഉണ്ടായില്ല. സാധാരണ നമുക്ക് പൂരം എന്ന് പറയുമ്പോൾ ഇപ്പൊ ഭയങ്കര ടെൻഷനാണ് അല്ലെ. എനിക്ക് ഭയങ്കര ടെൻഷനാണ്. ഈശ്വര, എന്താണ്ടാവുക, ആളുകളെ എത്ര എല്ലാവരും കൂടി ഒരുമിച്ച് കണ്ടാൽ തന്നെ ഒരു പേടി വരും. അപ്പോൾ അങ്ങനത്തെ കുഴപ്പങ്ങളൊന്നും ഉണ്ടായില്ല. സേഫായി ഹാപ്പിയായി പൂരം അവസാനിച്ചു. എന്നിട്ട് പൂരം കഴിഞ്ഞപ്പോൾ ഞങ്ങൾ നേരെ വീട്ടിൽ പോകാൻ തുടങ്ങി. അപ്പോൾ ഒരു സൈഡിൽ നിന്ന് നമ്മള് സ്ഥിരം ചായ, പിന്നെ മറ്റേ കോളിഫ്ലവർ ഫ്രൈ, ബജ്ജി, അതെല്ലാരും ഞങ്ങൾ വാങ്ങിച്ചു കഴിച്ചു. അതൊരു മാൻഡേറ്ററി തിങ് അല്ലേ. എല്ലാ ഉത്സവപ്പറമ്പിൽ പോയാലും ഈ ഒരു സാധനം, ഈ കോളിഫ്ലവർ ഫ്രൈ, അത് മസ്റ്റാണ്. അതിനി എത്ര പൊടി പിടിച്ചാലും നമുക്ക് കഴിക്കാനൊരു ആത്മസംതൃപ്തിക്ക് വേണ്ടിയിട്ട് അത് കഴിക്കണം. അത് കഴിച്ചിട്ടൊരു അസുഖം വന്നാലും സാരമില്ല, നമ്മൾ കഴിക്കും അല്ലേ. അങ്ങനെ ഞങ്ങൾ അതൊക്കെ കഴിച്ച് അപ്പോഴേക്കും പൂരത്തിന്റെ ഇടയിൽ നിന്ന് വന്നു. അപ്പോൾ അവിടുന്ന് കപ്പലണ്ടിയും എന്താ വേണ്ടിച്ചാ പറഞ്ഞു ഒക്കെ വാങ്ങിച്ചിടാന്ന് പറഞ്ഞു. അപ്പൊ
അന്ന് എല്ലാവരും നടന്നു പോണ വഴിയിൽ എല്ലാ സാധനങ്ങളും പറഞ്ഞു. അതെല്ലാം എനിക്ക് വാങ്ങിച്ചു തന്നു. പാനിപൂരിയൊക്കെ മേടിച്ച് കഴിച്ചു. പൂരപ്പറമ്പിൽ നിന്ന് വാങ്ങി കഴിക്കുന്ന ഒരു സുഖം അതൊന്ന് വേറെ തന്നെയാണ്. അങ്ങനെ പൂരമൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ നേരെ വീട്ടിലേക്ക് പോയി. ഇനി പൂരത്തിന്റെ ക്ഷീണത്തിന് പുലർച്ചെ പൂരം ഉണ്ട്. അപ്പൊ അതൊക്കെ കഴിഞ്ഞ് നമുക്കിനി പിന്നെ കാണാം. ബായ്.